ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും എവിടെ പോയി, ഇപ്പം വീഡിയോസ് ഒന്നും കാണുന്നേ ഇല്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പനിയായിരുന്നു കേട്ടോ. 2 ആഴ്ച ഞാൻ ഭയങ്കര ബെഡ് റെസ്റ്റിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോസും കുക്ക് ചെയ്തൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഏകദേശം നോർമലൊക്കെ ആയി, പനിയൊക്കെ മാറി, ഇപ്പോൾ ഒരുവിധം എനർജറ്റിക് ആയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെ ആയിക്കോട്ടെ, അതായത് 1 pot മെഡിറ്ററേനിയൻ ചിക്കൻ ആൻഡ് റൈസ്. ഈ ഒരു മെഡിറ്ററേനിയൻ ചിക്കൻ ആൻഡ് റൈസിൽ നമ്മൾ വേറെ ഒരു മസാലാസും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. വെറും ഹേർബ്സ് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. നമ്മളിതിൽ മസാലാസ് ഒന്നും അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ചിക്കൻ മാരിനേഷനും കൂടെ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡായിട്ട് ഒന്നെങ്കിൽ സാലഡോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ വേണമെങ്കിൽ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. കം ഓൺ ഗൈസ്. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 1 ഫുൾ സൈസ് ലെമൺ ജ്യൂസ്, ഒരു 1/2 ബൗൾ യോഗർട്ട്, 1/2 ടീസ്പൂൺ മസ്റ്റർഡ് പേസ്റ്റ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടേബിൾ സ്പൂൺ പെപ്പർ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഒരല്പം ഒലിവ് ഓയിൽ തന്നെ ഒഴിക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും ഒഴിക്കണം. എന്നിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. എല്ലായിടത്തും ഈ ഒരു മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ നല്ലവണ്ണം പിടിക്കണം. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഒരു 5 to 6 hours ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്ത് എടുക്കാം. ആഫ്റ്റർ 5 to 6 hours നമുക്ക് പാൻ ഒന്ന് നല്ലവണ്ണം ചൂടാക്കി ആവശ്യത്തിന് ഒലിവ് എണ്ണ ഒഴിച്ച് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് എല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തൊന്ന് എടുക്കാം. ചിക്കൻ നല്ലോണം ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അതേ എണ്ണയിലോട്ട് തന്നെ 2 ഓണിയൻ ചോപ്പ് ചെയ്തത് ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് 1 ബൗൾ സ്പിനാച്ച് കൂടെ ആഡ് ചെയ്ത് ഓണിയൻ്റെ കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1 ബൗൾ ഞാൻ ആഡ് ചെയ്യാണ് കേട്ടോ. ഇതും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഹേർബ്സ് ആയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഒറിഗാനോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം 1 ഫുൾ ഹീപ്ഡ് ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി ബാക്കി ലെഫ്റ്റ് ഓവർ മാരിനേറ്റഡ് ഗ്രേവി ഉണ്ടല്ലോ, ഞാൻ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 1.5 കപ്പ് റൈസ് നല്ലവണ്ണം കഴുകി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാണ്. കൂട്ടത്തിൽ 2 cups ഓഫ് ചിക്കൻ സ്റ്റോക്കാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ആൻഡ് 1 cup ഓഫ് വാട്ടർ. 1.5 കപ്പ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്നൊരു കണക്കാണ്. ഇതിൽ 2 കപ്പ് ചിക്കൻ സ്റ്റോക്കും 1 കപ്പ് വെള്ളവുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവനുള്ളവർക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്താലും മതി കേട്ടോ, അല്ലാത്തവർക്ക് ഗ്യാസിൽ വെച്ചാലും മതി. ആഫ്റ്റർ 20 മിനിറ്റ്സ് തുറന്ന് നോക്കുമ്പോൾ ഇതാ നമ്മുടെ 1 pot മെഡിറ്ററേനിയൻ ചിക്കൻ ആൻഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഒരു പ്രത്യേക മണമാണ് കേട്ടോ. നമ്മുടെ മസാലാസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹേർബ്സ് മാത്രം യൂസ് ചെയ്തേക്കുന്ന ഒരു റൈസ് ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ സ്മെല്ലാണ്, ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും. ഇനി നമുക്ക് ഒരല്പം കൊറിയാൻഡർ ലീവ്സ് കൊണ്ട് ചേർത്ത് നല്ലോണം ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണമെങ്കിൽ ഏറ്റവും നല്ലത് ടൊമാറ്റോ സോസാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരല്പം വൈനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, അടിപൊളി ഒരു ഡിന്നറായിരിക്കും നിങ്ങൾക്ക്. വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണ് കേട്ടോ. പക്ഷേ നേരത്തെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണം റെഫ്രിജറേറ്ററിൽ. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം.
പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കല്ലോ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഓൾ നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ റെസിപ്പി.